വിഴിഞ്ഞത്തെത്തുന്ന ആദ്യ കപ്പലിന്റെ ട്രയൽ റൺ ചടങ്ങിൽ ശശി തരൂർ എം പി പങ്കെടുക്കില്ല. പ്രദേശവാസികളുടെ പുനരധിവാസ നഷ്ടപരിഹാര പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തതിനാൽ പ്രതിഷേധിച്ച് വിട്ടുനിൽക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, പരിസ്ഥിതിനുമതി നേടിയെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ പദ്ധതിക്കെതിരെ വലിയ വികാരം ആ പ്രദേശത്ത് ഉയർന്നു വന്നപ്പോൾ ഉറച്ച നിലപാടെടുത്തയാളായിരുന്നു അന്നും എം പി ആയിരുന്ന ശശി തരൂർ. ഇപ്പോൾ ഈ വിട്ടുനിൽക്കലിന്റെ സാഹചര്യത്തെ അദ്ദേഹം എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? രണ്ട് രീതിയിൽ നമ്മൾ ഇതിനെ കാണണം രതീഷ്. ഒന്ന്, പ്രതിപക്ഷ നേതാവിനെ ഈ ചടങ്ങിലേക്ക് സർക്കാർ ക്ഷണിച്ചിട്ടില്ല. സാധ്യമാകുമെന്ന് കരുതാതിരുന്ന ഒരു കാര്യം കൂടി LDF സർക്കാർ സാധ്യമാക്കിയിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ അവകാശപ്പെടുന്നത്. അതായത് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുമ്പോഴുള്ള ട്രയൽ റൺ അത് LDF സർക്കാരിൻ്റെ മാത്രം നേട്ടമാക്കി ഉയർത്തിക്കാട്ടാൻ തന്നെയാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവിനെ അടക്കം ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കാതിരിക്കുന്നത്. അതിലുള്ള പ്രതിഷേധം പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ 2015 ഡിസംബർ 5 തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. ഈ കരാറിലേക്ക് എത്തുന്നത് UDF സർക്കാരിൻ്റെ കാലത്ത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നേട്ടങ്ങളെല്ലാം തന്നെ വിവരിക്കാൻ അവർക്കൊരു അവസരമായിരിക്കും. തീർച്ചയായും ഇതിനകത്തുള്ള രാഷ്ട്രീയം വ്യക്തമാണ്. അപ്പോൾ ഇപ്പോൾ ശശി തരൂർ എം പി ഈ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന് കാരണമായി അദ്ദേഹം പറയുന്നത്, വിഴിഞ്ഞ രാജ്യാന്തര തുറമുഖം യാഥാർത്ഥ്യമാക്കുമ്പോൾ ഓർക്കേണ്ടത് പ്രധാനമായ കാര്യം തീരദേശവാസികൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളാണ്. അത് UDF സർക്കാർ കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും തന്നെ LDF സർക്കാർ പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് താൻ ഇതിൽ നിന്ന് പങ്കെടുക്കുന്നില്ല എന്ന കാര്യമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ശരി, പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരത്ത് നിന്ന് പുതിയ വിവരങ്ങൾ നൽകിയത്.